തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിന് പോയ വള്ളം തിരയിൽപ്പെട്ട് മുങ്ങി. പുതുക്കുറിച്ചി സ്വദേശി ഷിജുവിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിന് പോയ ഫിഷറീസ് ഗാർഡിന് പരിക്കേറ്റു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷിലേക്ക് വരാം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് മുതലപ്പുഴയിൽ വീണ്ടും അപകടം ഉണ്ടാകുന്നത്. ഈ മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. മത്സ്യം നിറച്ച വള്ളം മുതലപ്പുഴയിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ശക്തമായ തിരമാലയിൽ വള്ളം തകർന്നത്. ഈ വള്ളത്തിലേക്ക് ഈ വെള്ളം കയറുകയായിരുന്നു. തുടർന്ന് ഫിഷറീസിന്റെ ബോട്ടെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഈ ഫിഷറീസിന്റെ ബോട്ട് റോപ്പ് ഉപയോഗിച്ചാണ് ഈ വള്ളത്തെ കരക്കടുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇതിനിടയിൽ ഈ റോപ്പ് പൊട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ ഫിഷറീസ് ബോട്ടിലെ ഒരു ഗാർഡിന് പരിക്കേറ്റത്. ഈ ഗാർഡിന്റെ കൈക്ക് പൊട്ടലുണ്ട്. ഇദ്ദേഹത്തെ ഇപ്പോൾ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വള്ളത്തിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് അത് നൽകിയിട്ടുണ്ട്. നിലവിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികളും ഒപ്പം ഈ ഫിഷറീസ് ഉദ്യോഗസ്ഥരും വിശദീകരിക്കുന്ന കാര്യം. തുടർച്ചയായി മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരാഴ്ചക്കിടെ 3 അപകടങ്ങൾ മുതലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു തിരമാലയാണ് പലപ്പോഴും ഈ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഒപ്പം പ്രതികൂല കാലാവസ്ഥയും നിലവിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരു പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം അധികാരികളും അറിയിക്കുന്നുണ്ട്. വേണു, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.